നൂറുകണക്കിന് കോടി രൂപ BJPക്ക് ഇലക്ട്രൽ ബോണ്ടിലൂടെ കൊടുക്കുന്നു. ആഴ്ചകൾ കഴിയുമ്പോൾ ആ കൊടുത്ത കമ്പനിക്ക് 14,500 കോടി രൂപയുടെ സർക്കാർ കോൺട്രാക്റ്റ് അവാർഡ് ചെയ്യും. അപ്പോൾ സർക്കാർ കോൺട്രാക്റ്റ് എന്ന് പറയുമ്പോൾ എൻ്റെ നിങ്ങളുടെയും നികുതി പണമാണ് ഗവൺമെൻറ് അവാർഡായിട്ട് കൊടുക്കുന്നത്. അപ്പോൾ കൃത്യമായ കിക്ക് ബാക്കാണ്. ഇത് മാത്രമല്ല, ഇപ്പം എന്ന് ഏത് കമ്പനി പണം കൊടുത്തു, ആർക്ക് കിട്ടിയെന്നെല്ലാം ഉള്ള വിവരം ഈ സുപ്രീം കോടതി നിയമ പോരാട്ടത്തെക്കുറിച്ച് പുറത്തു വന്നിട്ടുണ്ട്. അതിൽ നിന്ന് വ്യക്തമാകുന്നത് എന്താ? EDA, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന EDA BJP ഉപയോഗിക്കുകയാണ്. ഇലക്ട്രൽ ബോണ്ട് പ്രകാരം BJPക്ക് സംഭാവന കൊടുത്ത കമ്പനികളെ ED സമീപിക്കുന്നു. അപ്പോൾ അവർ പറയുന്നു, അല്ല, ഞങ്ങൾ സംഭാവന BJPക്ക് ഇലക്ട്രൽ ബോണ്ടിലൂടെ കൊടുത്തു കഴിഞ്ഞു. അല്ല, കൊടുത്തത് പോരാ, ഇനിയും വേണം. നൂറുകണക്കിന് കോടി കൊടുത്ത കമ്പനികളിൽ നിന്നും ED കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ രാജ്യത്തോട് ഉത്തരവാദിത്വത്തോട് പ്രവർത്തിക്കേണ്ട അന്വേഷണ ഉദ്യോഗസ്ഥർ. EDയിൽപ്പെട്ടവർക്ക് ശമ്പളം കൊടുക്കുന്ന BJP അല്ല, ഈ രാജ്യമാണ് ശമ്പളം കൊടുക്കുന്നത്. ആ ED ആവശ്യപ്പെടുകയാണ് BJPക്ക് കൂടുതൽ കോഴ കൊടുക്കണം. അപ്പോൾ കോഴ കൊടുക്കുന്നു. അതുകൊണ്ട് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ ഫുൾ ഫോം ഇപ്പോൾ എക്സ്റ്റോർഷൻ ഡയറക്ടറേറ്റ് എന്ന് മാറിയിരിക്കുകയാണ്. പിടിച്ചുപറി ഡയറക്ടറേറ്റ് ആയിട്ട് നഗ്നമായ അഴിമതിയാണ് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഈ ഇലക്ട്രൽ ബോണ്ടിലൂടെ നടന്നത്. ഇത്രയും ഇപ്പോൾ വെളിപ്പെട്ട കാര്യങ്ങൾ യൂറോപ്പിലോ ജപ്പാനിലോ കാനഡയിലോ അമേരിക്കയിലോ ഈവൻ ലാറ്റിൻ അമേരിക്കയിൽ നടന്നിരുന്നെങ്കിൽ അവിടുത്തെ ഭരണാധികാരി ഇപ്പോൾ സ്ഥാനം ഒഴിഞ്ഞു പോയതിന് അയാൾക്കെതിരായിട്ട് ക്രിമിനൽ കുറ്റത്തിന് കേസ് വന്നേന് മോഡിയും അമിത്ഷായും എല്ലാം കോടതി വരാന്തകൾ കയറി ഇറങ്ങേണ്ടി വന്നേന്. നമ്മുടെ രാജ്യത്തിൻ്റെ നിയമവാഴ്ച, പിന്നെ നമ്മുടെ സമൂഹത്തിലെ ജനാധിപത്യ പ്രക്രിയയുടെ എല്ലാം ഫ്രജിലിറ്റി, ബലഹീനതയാണ് ഇക്കാര്യത്തിൽ വെളിപ്പെടുന്നത്. വാട്ടർ ഗേറ്റിൽ നിക്സൺ രാജിവെക്കേണ്ടി വന്നില്ല. അതുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഇത് 100 വാട്ടർ ഗേറ്റാണ്. ബോഫേഴ്സ് 400-ലധികം സീറ്റിൽ ജയിച്ചു വന്ന രാജീവ് ഗാന്ധിക്ക് 5 വർഷം കൊണ്ട് രാജീവ് ഗാന്ധിയുടെ കോൺഗ്രസ് തോൽക്കാനിടയായത് ബോഫേഴ്സാണ്. അത് 64 കോടിയാണ്. ഇത് 500-ലധികം ബോഫേഴ്സാണ് ഈ ഇലക്ട്രൽ ബോണ്ട്. നഗ്നമായില്ല. ഇവിടെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. നമ്മുടെ രാജ്യത്തിൻ്റെ ആരോഗ്യ മേഖലയെ തകർക്കുന്ന തരത്തിൽ ഈ ഇലക്ട്രൽ ബോണ്ട് അഴിമതി പ്രവർത്തിച്ചിട്ടുണ്ട്. എങ്ങനെയാണ്? ഫാർമസ്യൂട്ടിക്കൽ കമ്പനികൾ, ഔഷധ കമ്പനികൾ, അവർ ഗുണനിലവാരമില്ലാത്ത മരുന്ന് ഉൽപ്പാദിപ്പിച്ച് രാജ്യത്താകെ വിറ്റഴിക്കുന്നു എന്നത് സംബന്ധിച്ച പരാതികൾ അത് അന്വേഷിക്കാൻ അധികാരമുള്ള ഏജൻസികൾ, ഗവൺമെൻറ് ഏജൻസികൾ അന്വേഷിച്ചു തുടങ്ങിയപ്പോൾ ഈ ഔഷധ കമ്പനികൾ നൂറുകണക്കിന് കോടി രൂപ ഇലക്ട്രൽ ബോണ്ടിലൂടെ കൊടുക്കുന്നു. ആ അന്വേഷണങ്ങളെല്ലാം മരവിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഗുണനിലവാരമില്ലാത്ത ഔഷധങ്ങൾ വിറ്റഴിക്കാൻ ഇലക്ട്രൽ ബോണ്ടിലൂടെ അഴിമതിപ്പണം കൈപ്പറ്റി ഗവൺമെൻറ് അനുവദിക്കുകയാണ്. നമ്മുടെ രാജ്യത്തെ ജനങ്ങളുടെ ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നതാണിത്. ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഞങ്ങൾ പൊതുവിൽ ചില സംസ്ഥാനങ്ങളിൽ സഹകരിക്കുന്ന പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടി. കാര്യം ഇന്ത്യ രാഷ്ട്രീയ വേദി, അതിൽ സാധ്യമായിടത്തെല്ലാം RSS നിയന്ത്രിക്കുന്ന BJPയെ തോൽപ്പിക്കാൻ വേണ്ടി ഇടതുപക്ഷം കോൺഗ്രസുമായും കോൺഗ്രസ് ഇടതുപക്ഷമായും സഹകരിക്കുന്നുണ്ട്. അത് അടിയന്തരമായി ഈ രാജ്യം നേടേണ്ട ചില മഹത്തായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയാണ്. വർഗീയ വിഷമമിക്കുന്ന RSSൻ്റെയും BJPയുടെയും പിടിയിൽ നിന്ന് നമ്മുടെ രാജ്യത്തെ മുക്തമാക്കണം എന്ന അടിയന്തര രാഷ്ട്രീയ ലക്ഷ്യത്തിന് വേണ്ടിയാണ് സഹകരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ സഹകരിക്കുമ്പോൾ തന്നെ ചില കാര്യങ്ങളിൽ വിമർശനം നടത്തേണ്ടി വരുന്നു. ഇപ്പോൾ ഇലക്ട്രൽ ബോണ്ടിനെ കുറിച്ച് പറയുമ്പോൾ BJP 8,000 കോടി ഈ അഴിമതി പണത്തിൽ പോക്കറ്റിലാക്കിയെങ്കിൽ ശ്രീ രാഹുൽജിയുടെ കോൺഗ്രസ് 1,900 കോടി രൂപ ഇലക്ട്രൽ ബോണ്ടിലൂടെ കീശയിലാക്കിയിട്ടുണ്ട്. ഇവിടുത്തെയും കോൺഗ്രസിൻ്റെയും UDFൻ്റെയും എല്ലാ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയിട്ട് നല്ല വർണ്ണശബളാഭമാർന്ന പ്രചരണം നടത്തുമ്പോൾ അതിൽ ഈ ഇലക്ട്രൽ ബോണ്ടിലൂടെ കോൺഗ്രസ് കൈപ്പറ്റിയ പണത്തിൻ്റെ പങ്കുണ്ട്. നരേന്ദ്രമോദി ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും ഭീമമായ ഈ അഴിമതി ഇലക്ട്രൽ ബോണ്ട്, അതിനെ ധാർമ്മിക ശക്തിയോടുകൂടി വിമർശിക്കാൻ കോൺഗ്രസിന് കഴിയില്ല. കാര്യം അവരും അതിൻ്റെ പങ്ക് പറ്റിയിരിക്കുകയാണ്. ഈ ഒരു വിഷയമുണ്ട്. അപ്പോൾ ഞങ്ങൾ BJPക്കെതിരായിട്ട് സഹകരിക്കുമ്പോഴും കോൺഗ്രസിൻ്റെ ബലഹീനതകളെ തുറന്നു കാണിക്കാതിരിക്കാൻ കഴിയില്ല. കോൺഗ്രസിൻ്റെ രാഷ്ട്രീയമായ മൗഢ്യങ്ങളെ വിമർശിക്കാതിരിക്കാൻ ഞാൻ കഴിയില്ല. അത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്.
നമ്മുടെ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണങ്ങളെ വെല്ലുവിളിക്കുന്ന പൗരത്വ ഭേദഗതി നിയമം അത് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും വലിയ വിഷയമല്ലേ, ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമല്ലേ? നിയമത്തിന് മുമ്പ് തുല്യർ എന്ന ഭരണഘടനാ തത്വമാണ്. അതുപോലെ തന്നെ പൗരത്വത്തിന് മതം മാനദണ്ഡമായിക്കൂടാ എന്ന ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന പ്രമാണമാണ് നരേന്ദ്രമോദിയും RSSും BJP ലംഘിക്കുന്നത്. പക്ഷെ അത് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണെന്ന് പോലും കോൺഗ്രസ് കരുതുന്നില്ല.